ഹലോ. നമ്മൾ രാവിലെ ഒരു യാത്ര പോകുന്നതാണ്. എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്കാണ്. നമ്മളങ്ങനെ സ്റ്റാളുകളിലൊന്നും പോയിട്ടുള്ള പരിചയമൊന്നുമില്ല, പോകാറുമില്ല. ഞങ്ങൾ 9 വർഷമായല്ലോ. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങളുടെ സവിശേഷം കഴിഞ്ഞതിന് ശേഷം ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ തന്നെ ഒരു അഭ്യർത്ഥന പ്രകാരം നമ്മൾ വനിതാ വികസന കോർപ്പറേഷൻ കനകക്കുന്നിൽ നടത്തുന്ന ഒരു മേളയിൽ കൂടി പങ്കെടുക്കണം എന്നും പറഞ്ഞിട്ട് അവിടുത്തെ തന്നെ സ്പെഷ്യൽ ഒരു കൺസിഡറേഷനോടുകൂടി നമ്മളെ വിളിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഇടമാണ് നമ്മളെ വിളിക്കുന്നത്. നമ്മളങ്ങനെ അവിടേക്ക് പോവുകയാണ്. രാവിലെ എണീറ്റ് പോകണം. പിന്നെ അതെല്ലാം ഒരു പണിയാണ്, നല്ല പണിയുടെ ഇടയ്ക്കാണ്. കാരണം ഇത് അത്രയും പാക്ക് ചെയ്ത് എടുത്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഈ പാക്കിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കക്കച്ചയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല പണിയായിരിക്കും. നമ്മൾ ഈ മേളയ്ക്കൊക്കെ പോകണമെങ്കിൽ ഒരാൾ തന്നെ ചെയ്യുമ്പോൾ അത് നല്ലൊരു പണിയാണല്ലോ, എല്ലാം ചെയ്തെടുക്കണം അങ്ങനെ. അപ്പോൾ രാവിലെ ഇറങ്ങി അവിടെ ഒരു 10 മണിക്ക് എത്താനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു ചട്നി മാമിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ചട്നി മാമി, മരം ചായ് കഫേ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ രജിസ്ട്രേഷൻ്റെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്തു. അവർ വന്ന് വാങ്ങിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താഴെയാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ അതോടൊപ്പം മേല് നമുക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് 2 കൂട്ടർക്കാണ് അങ്ങനെ മേല്. കാരണം വീൽ ചെയർ ഫ്രണ്ട്ലി ടോയ്ലറ്റ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ടോയ്ലറ്റ്, അതൊക്കെ ഉള്ള ഇടമാണ്. എസ്കലേറ ദ വുമൺ ഫെസ്റ്റ് 2026 ബി ബോൾഡ്. അതെ, അപ്പോൾ സ്ത്രീകളെല്ലാ മേഖലയിലെ സ്ത്രീകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വനിതാ വികസന കോർപ്പറേഷൻ്റെ ഒരു നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ നമ്മൾ നല്ല വെയിലാണ് ഇവിടെ കേട്ടോ. പക്ഷേ ഒരു പ്രോഗ്രാം ചെയ്തു വരുമ്പോൾ അവിടെ തലേദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടായിരിക്കും കേട്ടോ. പക്ഷേ നമുക്കൊരു കുറ്റവും പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് മാതൃഭൂമിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കാക്കച്ചിയുടെയൊക്കെ നടന്നിങ്ങനെ എടുക്കണം. അപ്പോൾ കാക്കച്ചീനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉപ്പാട് വരും. കാരണം ഒരു മേള എന്ന് വരുമ്പോഴത്തേക്കും അതിന് നല്ല പണിയുണ്ട്. നമ്മൾ മേളയ്ക്ക് പോകാത്തതുകൊണ്ട് തന്നെ ഇത് പക്ഷേ നമുക്ക് സ്പെഷ്യൽ കാറ്റഗറിയാണ്. നമ്മളെ അങ്ങനെയാണ് ക്ഷണിക്കുന്നത് അങ്ങനെയൊക്കെ. പക്ഷേ നല്ല വെയിൽ കൊണ്ട് നമ്മളെ ഉപ്പാട് വന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ട്, നമുക്കിതൊക്കെ ചെയ്യാൻ അങ്ങനെയൊന്നും വയ്ക്കാൻ ഇടിയിറച്ചിയുടെയൊക്കെ വയ്ക്കാനൊന്നും അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല. പക്ഷേ പൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പുറത്ത് പ്രീത ചേച്ചിയാണ്, പ്രീത തോന്നിക്കൽ അപ്പുറത്തെ സൈഡിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പേരെയാണ്. അപ്പോൾ 2 പേർക്കും ടോയ്ലറ്റിൽ പോകേണ്ട സൗകര്യം എല്ലാം നോക്കിയിട്ടാണ് ഇവിടെ തന്നത്. അവർ വന്ന് എല്ലാ സമയത്തും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ടോയ്ലറ്റൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കനകക്കുന്നിൽ പോകുന്നവർക്ക്. പിന്നെ എല്ലായിടത്തും വീൽ ചെയർ പോകും, എല്ലായിടത്തും ഇതുവരെ പോകും. നമ്മൾ നിശാഗന്ധി ആ മൈതാനത്താണ്, അങ്ങോട്ട് പോയില്ല. അതൊക്കെ അടുത്ത ദിവസം എടുക്കാം. 7 ദിവസമുണ്ട്, 9-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ ഞാനും ചേച്ചിക്ക് വെയിലും ഉണ്ട്, നമ്മുടെയൊക്കെ എല്ലാ സൗന്ദര്യമൊക്കെ ഒലിച്ചു പോയി കേട്ടോ. അപ്പോൾ അവിടെ നിന്നു നമ്മൾ പിന്നെ ഫുഡൊക്കെ വാങ്ങി കഴിച്ചു. പുറത്തുനിന്ന് ഫുഡ് ചോറ് വാങ്ങിക്കൊണ്ട് വന്നു നമ്മൾ കഴിച്ചു. ചായ ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് ഓപ്പണാവുമെന്ന് പറയുന്നുണ്ട് ചായക്കട. അങ്ങനെ നമുക്ക് ആൾക്കാരിങ്ങനെ തിരക്കി വന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ തിരുവനന്തപുരത്ത് ഭാഗത്തുള്ളവർ 9-ാം തീയതി വരെ നമ്മളുണ്ടാവുമെന്നാണ് കരുതുന്നത്. ദൈവം അനുഗ്രഹിച്ചാൽ ഇൻഷാ അല്ലാ നമ്മളുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല വെയിൽ സമയത്താണ് ആൾക്കാർ വന്നത് കേട്ടോ. പ്രോഗ്രാം നല്ലതുപോലെ പല സ്ഥലങ്ങളിലുമായിട്ട് നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന ദിവസം റിമി ടോമിയുടെ ഗാനമേളയാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളത് പുറത്തിറങ്ങിയിരുന്നു. ആ വെയിൽ, ഒരു സ്ഥലത്ത് വെയിൽ വരുമ്പോൾ കൊണ്ടേ മാറിയിരിക്കും. അങ്ങനെ രാത്രിയായി കേട്ടോ. രാത്രിയായപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ഹാപ്പിയാണ്, അതിലൊക്കെ ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര സൂപ്പറാണ് ഇവിടെ കാണാനൊക്കെ. അങ്ങനെ നാടൻപാട്ട്, പ്രണവം ശശി പാലക്കാട്, അവരുടെ നാടൻപാട്ടാണ് നടക്കുന്നത്. നാടൻപാട്ടൊന്നും നമുക്ക് അങ്ങ് നമ്മളിറങ്ങിയൊന്നുമില്ല കേട്ടോ. താഴെ പോകണം, നിശാഗന്ധിയിൽ അങ്ങ് ഇറങ്ങിപ്പോകണം. അപ്പോൾ അവിടെ പോയില്ല. എല്ലായിടത്തും വീൽ ചെയർ ഇറങ്ങും കേട്ടോ. അങ്ങനെ നല്ല ഇതാക്കി തന്നെ ഉണ്ട്. പക്ഷേ കുത്തനെ കിടക്കുന്ന ഒരു ഇതാണ്, അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. അപ്പോൾ ഇന്നും ഉണ്ടാകും പ്രോഗ്രാം.
അപ്പോൾ പറ്റുന്നവരവിടെ വരണം കേട്ടോ. അപ്പോൾ പ്രീത ചേച്ചിയുടെ അടുത്ത് അവർക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന മാല, വള അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബ്രോഷറൊക്കെ കൊടുക്കുകയാണ്, എല്ലാവർക്കും ബ്രോഷറൊക്കെ കൊടുത്തു, വരുന്നവർക്കൊക്കെ ബ്രോഷറൊക്കെ കൊടുത്തു. ഭയങ്കര വരുന്ന ആൾക്കാർ നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ആഗ്രഹം നൈമിത്ര ഒരുപാട് പേരിൽ എത്തണം എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് റിസ്ക് എടുത്ത് നമ്മൾ ഈ യാത്ര പോകുന്നതും അതുകൊണ്ടാണ് കേട്ടോ. ഫിനാൻഷ്യലി അങ്ങ് ഭയങ്കര സ്റ്റേബിളാവുന്നൊരു ഇതായിരിക്കില്ല, നമുക്ക് യാത്രാ ചിലവും അങ്ങനെയൊക്കെ വരുമല്ലോ. പക്ഷേ നമുക്ക് ഒരുപാട് പേരിലേക്ക് നൈമിത്ര എത്തിക്കാൻ പറ്റണമെന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിറങ്ങി പുറത്തൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. പ്രീത ചേച്ചിയുടെ പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ പ്രീത ചേച്ചിയും ഇങ്ങനെ വീൽ ചെയർ യൂസറാണ്, അറിയാമല്ലോ. പ്രീത തോന്നിങ്ങനെ ഒരുപാട് പേർക്ക് അറിയാം. അപ്പോൾ അവരുടെ പ്രോഡക്റ്റുകളാണ്, എല്ലാം ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ്. അവർക്ക് മസാലപ്പൊടികളൊക്കെ ഉണ്ട്. അങ്ങനെ മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു അവർക്കും ഒക്കെ. നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് വേറൊരു വീഡിയോ ആയിട്ട് വരാം. കനകക്കുന്നിൽ എല്ലാവരും വരണം. ടാറ്റാ.